പാർലമെന്റ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭയിൽ ബഹളത്തെ തുടർന്ന് ലോക്സഭ പിരിഞ്ഞു. श्री बीएम कथीर आनंद सभा की कार्यवाही 2 बजे तक के लिए स्थगित की जाती है. माननीय सभापति जी, കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. രാകേഷ്, നേരത്തെ തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങും കാര്യങ്ങളെന്ന് പ്രതിപക്ഷം പറഞ്ഞിരുന്നു. വളരെ ഗൗരവമുള്ള വിഷയമാണ്, ഇതിൽ പ്രസ്താവന നടത്തിയേ മതിയാകൂ എന്ന നിലപാടിലായിരുന്നു അവർ. ഇന്ന് എന്താണ് സംഭവിച്ചത് സഭ തുടങ്ങിയപ്പോൾ? അശ്വതി, ലോക്സഭാ നടപടികൾ ആരംഭിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നിർത്തിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കാരണം ഇന്ന് സ്പീക്കറല്ല, പകരം ചെയറിൽ രാജേന്ദ്ര അഗർവാളാണ് സഭ നിയന്ത്രിക്കാൻ എത്തിയത്. എന്നാൽ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം പ്രതിഷേധിക്കുകയായിരുന്നു. തുടർന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ സഭ നിർത്തിവെക്കുന്നതായി അറിയിക്കുകയായിരുന്നു. 2 മണിവരെയാണ് ഇപ്പോൾ ലോക്സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നത്. പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആവശ്യം ഒന്ന്, ഈ വിഷയത്തിൽ പാർലമെന്റ് സുരക്ഷാ വീഴ്ചയിൽ അതിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണം എന്നാണ് പ്രധാനമായ ആവശ്യം. മറ്റൊന്ന്, ചട്ടം 267 പ്രകാരം ചർച്ച വേണമെന്ന ആവശ്യം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഈ ആവശ്യത്തിലാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ലോക്സഭയിൽ ഉണ്ടായത്. ഏതായാലും 2 മണിവരെ ഇപ്പോൾ ലോക്സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നു. രാജ്യസഭയിലും സമാനമായ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. കാരണം ചട്ടം 267 പ്രകാരം ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെയും ശിവസേന അടക്കമുള്ള കക്ഷികൾ ഇതിനോടകം തന്നെ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ പ്രതിഷേധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. ഇന്നലെ സസ്പെൻഷനിലായ 14 എംപിമാർ, ലോക്സഭയിലെ 13 പേരും രാജ്യസഭയിൽ 1 അംഗവും ഉൾപ്പെടെ 13 പേരും മറ്റ് ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കളും ഉൾപ്പെടെ ഉള്ളവർ പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. ഏതായാലും സസ്പെൻഷനായവരുടെ തീരുമാനം ഇന്ന് മുഴുവൻ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ പ്രതിഷേധിക്കാനാണ് അവരുടെ തീരുമാനം. അതായത് സസ്പെൻഷൻ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല, സുരക്ഷാ വിഷയത്തിൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് ഇപ്പോൾ എംപിമാർ അറിയിച്ചിരിക്കുന്നത്. അശ്വതി. രാകേഷ്, ഇപ്പോൾ 2 മണിവരെയാണ് ലോക്സഭ നിർത്തിവെച്ചിരിക്കുന്നത്. ഇനി സഭാ നടപടികൾ ആരംഭിക്കുമ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും പ്രശ്നങ്ങൾ നിലനിൽക്കുക. അതിനു മുമ്പ് ഏതെങ്കിലും രീതിയിൽ സ്പീക്കർ ഇടപെടുകയോ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ച നടത്തുകയോ ഒക്കെ ചെയ്യാനുള്ള സാഹചര്യമുണ്ടോ? അതിനുള്ള സാധ്യത നിലവിൽ ഇന്ന് അത്തരത്തിലുള്ള സാധ്യത കുറവാണ്. കാരണം പ്രതിപക്ഷം ആഭ്യന്തരമന്ത്രി തന്നെ ഈ വിഷയത്തിൽ പ്രസ്താവന നടത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ സർക്കാരിന്റെ നിലപാട് ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തേണ്ടതില്ല എന്നാണ്. കാരണം ഇന്നലെ സഭയ്ക്ക് പുറത്ത് അമിത്ഷാ വ്യക്തമാക്കിയത് പാർലമെന്റിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷേ പ്രതിപക്ഷം ഈ വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതിന് പറയുന്ന കാരണം ലോക്സഭയുടെ അല്ലെങ്കിൽ പാർലമെന്റിന്റെ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങൾ വരുന്നത് സ്പീക്കറുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ സ്പീക്കറുടെ നിയന്ത്രണത്തിൽ വരുന്ന വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയല്ല പ്രസ്താവന നടത്തേണ്ടത്. ഏതായാലും സംഭവിച്ച കാര്യങ്ങൾ സ്പീക്കർ ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കുകയും തുടർന്ന് ആഭ്യന്തര മന്ത്രാലയം അന്വേഷണത്തിന് ഒരു സമിതിയെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ അതുടൻ സ്പീക്കർക്ക് കൈമാറും എന്നാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാരണവശാലും സർക്കാരിന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ പ്രസ്താവന നടത്തില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങൾ, ഒന്ന് ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തണം, ഒപ്പം ചട്ടം 267 പ്രകാരം മറ്റു നടപടികളെല്ലാം നിർത്തിവെച്ചുകൊണ്ടൊരു വിശദമായ ചർച്ച വേണം. ഇതിൽ അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ഇന്നലെ ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചവർ എംപിമാർക്കെതിരെയാണ് സസ്പെൻഷൻ ഉണ്ടായത്. ലോക്സഭയിലെ 13 അംഗങ്ങൾ, രാജ്യസഭയിലെ TMC അംഗമായ ഡെറിക് ഒബ്രയൻ. അപ്പോൾ ഈ ആളുകളുടെ സസ്പെൻഷൻ നടപടികൾ പിൻവലിക്കണമെന്ന ആവശ്യവും സമാനമായ രീതിയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് 2 മണിക്ക് ലോക്സഭ സമ്മേളിച്ചാലും സമാനമായ രീതിയിൽ പ്രതിഷേധം തുടരാൻ തന്നെയാണ് സാധ്യത. അശ്വതി. രാകേഷ്, ഈ പാർലമെന്റ് അതിക്രമത്തെ സംബന്ധിച്ച് ആ അന്വേഷണം അത് ഏത് രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? എങ്ങനെയാണ് ഇവർ അകത്ത് കടന്നത് എന്ന രീതിയിലുള്ള അന്വേഷണം അത് എവിടെ എത്തി നിൽക്കുന്നു? അശ്വതി, ഈ വിഷയത്തിൽ ഇന്നലെ ഈ സംഭവത്തിന്റെ സൂത്രധാരനെ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ലളിത് ഛായ അറസ്റ്റിന് ശേഷം പോലീസ് സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഒരു
പ്രത്യേകിച്ച് ഇയാളെ ചോദ്യം ചെയ്യുന്ന മുറയ്ക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. മാത്രവുമല്ല, ഈ സംഭവത്തിൽ മൊത്തം 7 പേരെ അറസ്റ്റിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് വിസിറ്റേഴ്സ് ഗാലറിയിൽ നിന്ന് ലോക്സഭയിലേക്ക് ചാടിക്കടന്ന 2 പേരും പുറത്ത് 2 പേർ പ്രതിഷേധിച്ച 2 പേരെയും സ്വാഭാവികമായും ഇന്നലെ കോടതി കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർ ഒരുമിച്ചിരുത്തി ഒരുപക്ഷെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് പോകാം. ഒപ്പം തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്കും കടക്കുന്നുണ്ട്. ഏതായാലും ഈ ലളിത് ജായെ അറസ്റ്റ് ചെയ്തതോടുകൂടി പ്രത്യേകിച്ച് ഈ പാർലമെന്റിനകത്ത് പ്രതിഷേധിച്ചവരെ അടക്കമുള്ള ഫോണുകൾ ഇദ്ദേഹത്തിന്റെ കൈവശമാണ്, ഇയാളുടെ കൈവശമാണ് ഉണ്ടായിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. മാത്രവുമല്ല, ഈ സംഭവത്തിന് ശേഷം വീഡിയോ പ്രചരിപ്പിച്ചതും സാമൂഹ്യ മാധ്യമങ്ങളടക്കം പോസ്റ്റ് ചെയ്തതും ഇയാളാണെന്നും പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായി ചോദ്യം ചെയ്യലിനോടുകൂടി മറ്റു കാര്യങ്ങൾ വ്യക്തമാകും. കൂടാതെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് അടക്കം തെളിവെടുപ്പിനായി കൊണ്ടുപോകേണ്ടതുണ്ട്. അക്കാര്യങ്ങളിലും ഉടൻ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും പാർലമെന്റിനകത്താണ് ഇത്തരത്തിൽ അതിക്രമം നടത്തിയിട്ടുള്ളത്. അടുത്ത 2 ദിവസം പാർലമെന്റ് അവധിയാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ പാർലമെന്റ് എത്തിച്ച് തെളിവെടുപ്പുള്ള നടപടികളിലേക്കും പോലീസ് കടന്നേക്കും. ശരി, ഇപ്പോൾ രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്, അതിലേക്ക് പോകും. I am constrained to adjourn the House to meet at 2 p.m. today and request the Leader of the Opposition, Leader of the House and floor leaders to see me in my chamber immediately. Thank you. രാജ്യസഭയും പ്രതിഷേധത്തെ തുടർന്ന് 2 മണി വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. രാകേഷ് തുടരുന്നുണ്ട്. രാകേഷ്, ഈ സഭ പിരിഞ്ഞതായി പറയുന്നതിനോടുകൂടി അതിനൊപ്പം തന്നെ പറയുന്നത് കക്ഷി നേതാക്കൾ തന്റെ ചേംബറിൽ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. തീർച്ചയായും ഇന്നലെ TMC അംഗമായ ഡെറിക് ഒബ്രയനെ സസ്പെൻഡ് ചെയ്ത നടപടി ഇതുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിച്ചത് പിന്നാലെയാണ് സസ്പെൻഷൻ. ഒപ്പം തന്നെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ചർച്ച വേണം എന്നൊരാവശ്യം പ്രതിപക്ഷം രാജ്യസഭയിലും ഉന്നയിക്കുന്നുണ്ട്. ഇതാണിപ്പോൾ ഏതായാലും രാജ്യസഭാ നടപടികൾ ബഹളത്തിൽ കലാശിക്കാൻ കാരണം. ഏതായാലും ഇപ്പോൾ കക്ഷി നേതാക്കളുമായുള്ള ചർച്ചയിൽ എന്ത് തീരുമാനം ഉണ്ടാകുമെന്ന് വ്യക്തമല്ല. ഏതായാലും സഭയുടെ സുഗമമായ നടത്തിപ്പിനാണ് ഇപ്പോൾ ഏതായാലും സഭാ അധ്യക്ഷൻ ഇപ്പോൾ ഏതായാലും കക്ഷി നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്. ഈ ചർച്ചയിൽ എന്ത് തീരുമാനം ഉണ്ടാകുമെന്ന് വ്യക്തമല്ല. ഏതായാലും രാവിലെ ഇന്ത്യ മുന്നണിയുടെ യോഗമടക്കം ചേർന്നിരുന്നു. സ്വാഭാവികമായും ഈ വിഷയത്തിൽ സർക്കാർ പ്രസ്താവന നടത്തണം, ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് തീരുമാനം. അങ്ങനെയെങ്കിൽ ഇനി സഭ സമ്മേളിക്കുമ്പോൾ പോലും ഈ ഒരു പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് തുടരാൻ തന്നെയാണ് സാധ്യത. അശ്വതി. രാകേഷ്, നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലും ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ MP-മാരുടെ പ്രതികരണങ്ങളിലേക്ക് പോയിരുന്നു. അവരുമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ അത് വളരെ ഗൗരവതരമല്ലേ? പ്രത്യേകിച്ച് രമ്യ ഹരിദാസ് MP അടക്കമുള്ളവർ പറഞ്ഞത് ഭീതിതമായിരുന്നു ആ അന്തരീക്ഷം എന്നുള്ളതാണ്. അവർ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് അത്തരത്തിലൊരു പുറത്തുനിന്നുള്ള ആളുകൾ സഭയിലേക്ക് എത്തുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു. അതിനെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്? ഈ അമിത്ഷായുടെ പുറത്തുള്ള ഈ മറുപടി അതിന് പോരാ എന്ന് തന്നെയല്ലേ പ്രതിപക്ഷം പറയുന്നത്? തീർച്ചയായും. കാരണം ഈ വിഷയത്തിൽ പ്രസ്താവന നടത്തേണ്ടത് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ പ്രസ്താവന നടത്തണമെന്ന ആവശ്യത്തിൽ ആദ്യം മുതൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ കേന്ദ്രം അതിനോട് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. കേന്ദ്രം ഇന്നലെ ആഭ്യന്തരമന്ത്രി ഒരു സ്വകാര്യ ചാനലിന്റെ പരിപാടിയിലായിരുന്നു ഇത്തരമൊരു പ്രതികരണം നടത്തിയത്. അതിലാണ് അദ്ദേഹം വ്യക്തമാക്കിയത് പാർലമെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സ്പീക്കറാണ് തീരുമാനമെടുക്കേണ്ടത്. സുരക്ഷ അടക്കമുള്ള വിഷയങ്ങൾ ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെയും ഒപ്പം തന്നെ സ്പീക്കറുടെയും നിയന്ത്രണത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര മന്ത്രാലയം ഈ വിഷയത്തിൽ പ്രസ്താവന നടത്തേണ്ടതില്ല, സർക്കാർ പ്രത്യേകിച്ച് ഈ പ്രസ്താവന നടത്തേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തുന്നത്. പക്ഷേ ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതിനവർ കാരണമായി പറയുന്നത് വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് പാർലമെന്റ് സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം സംഭവം ഉണ്ടാകുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അത് സുരക്ഷാ വീഴ്ചയാണ്. അപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ഈ വിഷയത്തിൽ പ്രസ്താവന നടത്തണമെന്നാണ് ആവശ്യം. ഈ ആവശ്യത്തിലാണ് ഇപ്പോൾ ഏതായാലും സർക്കാർ വഴങ്ങില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം തുടരാനുള്ള തീരുമാനം. മാത്രമല്ല, സഭയ്ക്കകത്ത് ഈ രീതിയിലുള്ള പ്രതിഷേധം തുടരുമ്പോൾ സഭയ്ക്ക് പുറത്തും പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. കാരണം സസ്പെൻഡ് ചെയ്യപ്പെട്ട MP-മാരെല്ലാം തന്നെ സാധാരണഗതിയിൽ പാർലമെന്റ് മുമ്പിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ പാർലമെന്റ് തുടങ്ങുമ്പോൾ പ്രതിഷേധിക്കും. അതിനുശേഷം ആ പ്രതിഷേധങ്ങൾ അവസാനിക്കുകയാണ് പതിവ്. എന്നാൽ സസ്പെൻഷനിലായ MP-മാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് സമരം അവസാനിപ്പിക്കുന്നില്ല, പകരം പാർലമെന്റ് ഗാന്ധി പ്രതിമയ്ക്ക്
സഭയ്ക്ക് മുന്നിൽ വൈകിട്ട് വരെ ഈ പ്രതിഷേധം തുടരുമെന്നാണ് ഇപ്പോൾ എംപിമാർ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ വരും മണിക്കൂറുകൾ സഭ കൂടുതൽ പ്രക്ഷുബ്ധമായേക്കും. അശ്വതി, ഇപ്പോൾ ശ്രീ AM ആരിഫ് MP നമുക്കൊപ്പം ചേരുകയാണ്. MP, ഇപ്പോൾ രണ്ട് സഭകളും 2 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രതിഷേധം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ വിചാരിക്കുന്നത്?